ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നല്ല തനിനാടൻ രീതിയിലുള്ള ഒരു ഞണ്ട് മസാലയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ കായലിലെ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ തന്നെ ഞണ്ടൊന്ന് തിളപ്പിച്ചിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത്. കടലിലെ ഞണ്ടാണെങ്കിൽ നമ്മളത് ആദ്യമേ തന്നെ പച്ചയോടുകൂടി തന്നെ വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ ഏകദേശം 1/2 കിലോളം ഞണ്ട്, അതായത് 2 ഞണ്ടേ ഉള്ളൂ, പക്ഷേ അത് ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ടാകും. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടും തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഞണ്ടിൻ്റെ ഏതെങ്കിലും ഭാഗം നന്നായിട്ട് മുങ്ങാനുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ഒന്ന് തവി ഉപയോഗിച്ച് ലെവൽ ചെയ്യണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് നന്നായിട്ടെല്ലാം ഈ വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ചട്ടി ചൂടാക്കണം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 3 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്, അല്ലെങ്കിൽ നമുക്ക് 4 എണ്ണം ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സവോള വഴന്ന് കിട്ടും. പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് സവോള നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സാധാരണ നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ സവോള വഴറ്റുന്നത് പോലെ തന്നെ. ഇപ്പോൾ നമ്മുടെ സവോള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞളിൻ്റെ കുത്തല മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കാരണം മല്ലിക്കും മഞ്ഞളും നല്ല കുത്തലുള്ള പൊടികളാണ്. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം റെഡിമെയ്ഡ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വെള്ളം വറ്റി ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ നന്നായിട്ട് തക്കാളി വഴന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടിക്കൊരു പച്ചച്ചവ ഉണ്ടായിരിക്കും. തക്കാളി ഒന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. തക്കാളി ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ കപ്പിനാണ് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞണ്ടും കൂടി ചേർത്തിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടാണ്. അതുകൊണ്ട് തന്നെ മസാല എല്ലാ ഭാഗത്തും പിടിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ ഫ്ലെയിമിലിരുന്ന് വെന്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ഈ ഞണ്ട് കറിയുടെ പാകം എന്ന് പറയുന്നത്. നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്കിത് വേവിക്കണം. ഇവിടെ ഇപ്പം നമ്മുടെ ഞണ്ട് കറി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി എണ്ണ തെളിയാൻ വേണ്ടി വേവിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇപ്പം നമ്മുടെ ഞണ്ട് കറിക്ക് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് പരുവം. ഈ പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഞണ്ട് കറി കുറച്ചുകൂടെ ചാറെല്ലാം പറ്റി നല്ലൊരു പരുവത്തിലാവും. അധികം ചാറൊന്നും ഇല്ലാണ്ട് മസാലയ്ക്ക് നന്നായിട്ട് ഞണ്ടിന്മേൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലുള്ള കറിയാണിത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.